ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് പിസ്സ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം പിസ്സ ബേസിന് വേണ്ടിയുള്ള ഡോ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ അടയാളമാണ് മുകളിൽ ഇങ്ങനെ പത വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പത മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അതിൽ 1/2 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി 1/2 കപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി 1/2 കപ്പും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ അത് ചൂടുവെള്ളം തന്നെ ഒരു ടേബിൾ സ്പൂണിലോ ടീസ്പൂണിലോ എടുത്ത് ചേർത്ത് കൊടുക്കുക, കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന്. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം. മുകൾ വശം ഡ്രൈ ആവാതിരിക്കാനാണ്. അതിനുശേഷം ഇത് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കുക, അല്ലെങ്കിൽ ഇത് ഡബിൾ സൈസായിട്ട് വരുന്നത് വരെ വെക്കുക. അപ്പോൾ ഇനി ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. ഇത് നല്ല വലിയ പ്രോൺസ് ആണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വലിയ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. ഇതിപ്പോൾ നല്ല വലുതായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അതായത് സാധാരണ തൈര് എടുത്ത് കുറച്ച് അരിപ്പയിലേക്ക് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് വാർന്നു പോകും. അപ്പോൾ ഇതുപോലെ നല്ല കട്ട തൈര് കിട്ടും. അത് 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളക്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ഇത് ആദ്യം തന്നെ ചേർക്കേണ്ടതാണ്, ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി ഇതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി പ്രോൺസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു അതിൻ്റെ കളറൊക്കെ മാറിയതായി ഇതുപോലെ ഒന്ന് ആയി കിട്ടും. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ പ്രോൺസിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ സമയം മാറ്റം വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, ആ വെള്ളമൊക്കെ ഇതാ ഇപ്പോൾ കുറേയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുതന്നെ ചെമ്മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാവർക്കും ചെമ്മീൻ കുക്കാവണമെന്നില്ല. അത് ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ മാറ്റം വരും. എനിക്ക് 10 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടി. അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഡോ ഡബിൾ സൈസിലിതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ അങ്ങ് കളഞ്ഞെടുക്കുക. കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ എയർ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇനി ആ ഡോ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ഫ്രൈ പാനിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടിപ്പിടിക്കില്ല എങ്കിലും ചുമ്മാ തേച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു മാവ് എടുക്കുക. അത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ റോളിംഗ് പിൻ കൊണ്ട് പരത്തിയിട്ടും വെക്കാം, ഇങ്ങനെയാണെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതായത് നടുവശം ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും കുത്തണ്ട, ഇതുപോലെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇനി ഇത് ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു താഴ്വശം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കുക്കായി വരണം. ഒന്നിൽ ഒരു ചെറിയൊരു കളർ വരുന്ന വരെ വേണമെങ്കിലും വെക്കാം, അതായത് ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത് വരെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിക്കായി വരും. അപ്പോൾ അത് ആ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇതാ അതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഒന്ന് ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒരു ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലേക്ക് കണ്ടോ അതിൻ്റെ താഴ്വശം വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ കളറും ഒക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പോൾ അടിവശം കുക്കാവാത്ത ഭാഗം ഇപ്പോൾ അടിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ കുക്കായ ഭാഗത്താണ് ഇനി നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഷ്ടം പോലെ മോസറല്ല ചീസും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയ പ്രോൺസും വെച്ച് കൊടുക്കാം.
അപ്പോൾ പ്രോൺസ് കംപ്ലീറ്റ് ഞാൻ വെക്കുന്നില്ല, മുകളിലും വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കാണ് നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ സീഡ് മാറ്റിയ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ചുകൂടെ മോസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ ക്യാപ്സിക്കം, പ്രോൺസും ഈ തക്കാളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് കൊടുത്തത്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കുക്കാകും. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ്, അതായത് ഇതൊന്ന് മെൽറ്റായി വരണം, ചെറിയ രീതിയിൽ അടിവശത്തെ കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സൈഡ്സ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചെറിയ രീതിയിലൊരു കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് സൈഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സ്റ്റവിൽ നിന്നെടുത്ത് മാറ്റാം. കണ്ടോ, ചീസും ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് തന്നെ നമുക്കിതെടുത്ത് ഇങ്ങനെ മാറ്റാനും വളരെ ഈസിയാണ്, അടുക്കി പിടിക്കുകയൊന്നുമില്ല. അല്ല, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അടിവശം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കളറൊക്കെ ഇതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് വരേണ്ടത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നുണ്ടാക്കിയ പ്രോൺസ് പിസ്സ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കണ്ടോ, മുകൾ വശം നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആണ്, താഴ്വശം ചെറിയ രീതിയിലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പിസ്സ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.